ഓക്കെ. വിൻഡോ ഫംഗ്ഷൻ എന്ന് പറയുമ്പോ ഇപ്പൊ നമ്മളുടെ കയ്യില് ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിളിനകത്ത് കുറെ റോസ് ഉണ്ട്. അല്ലെ? ഇപ്പൊ എന്റെ കയ്യിൽ ഇപ്പൊ ഒരു എന്താ പറയാ ഒരു എംപ്ലോയി ടേബിൾ ആണ് ഉള്ളത്. ആ എംപ്ലോയി ടേബിളിനകത്ത് കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. എംപ്ലോയീസിന്റെ നെയിം, ഡിപ്പാർട്ട്മെന്റ്, സാലറി, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനകത്ത് ഓരോന്നിലും ഓരോ റോകൾ ഉണ്ട്. ഇപ്പൊ സാലറി ആണ് അതിൽ ന്യൂമറിക്കൽ വാല്യൂ വരുന്നത്. അപ്പൊ എനിക്ക് ഈ ഉം. സാലറീസിന്റെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റോസിന്റെ ബേസിൽ പല കാര്യങ്ങൾ കണ്ടുപിടിക്കാം. സപ്പോസ് ഇപ്പൊ എനിക്ക് നമ്മളിപ്പോ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഒക്കെ കാണും. ഇപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കേസ് പറയുവാണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ മീൻ, മീഡിയൻ, മോഡൊക്കെ കാണാൻ വേണ്ടിയിട്ട് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണും ഒരു ഡാറ്റയുടെ. അതായത് ഇപ്പൊ ഉള്ള ടേബിള് ഇപ്പൊ ഞാനൊരു ടേബിള് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, കാണിച്ചു തരാം. ഓൾറെഡി ഇങ്ങനെ ഒരു ടേബിൾ എനിക്കുണ്ട്. അപ്പൊ ഇതിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണാം, അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് സമ്മ് കാണാന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പുതിയൊരു കോളം ആഡ് ആകും. ആ കോളത്തില് ആദ്യത്തെ വാല്യൂ ഈ ഒരു 50,000 തന്നെ ആയിരിക്കും. സെക്കൻഡ് വാല്യൂ എന്ന് പറയുന്നത് 50,000 പ്ലസ് 60,000 ആഡ് ചെയ്തിട്ടുള്ള വാല്യൂ ആയിരിക്കും പിന്നത്തെ വാല്യൂ എന്ന് പറയുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ടുള്ള വാല്യൂ എന്തായിരിക്കും? ഇവിടെ കിട്ടിയ റിസൾട്ട് പ്ലസ് 70,000 ആയിരിക്കും അടുത്ത വാല്യൂ. ദെൻ അവിടെ കിട്ടുന്ന റിസൾട്ട് പ്ലസ് 80,000 ആയിരിക്കും അടുത്ത വാല്യൂ. ഇങ്ങനെ കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സിലൊക്കെ നമുക്ക് ഗ്രൂപ്പ്ഡ് ഡാറ്റ വരുന്ന ടൈമിൽ അവിടെ മീഡിയൻ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ക്യുമുലേറ്റീവ് സം ഉണ്ടെങ്കിലേ നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ആദ്യം ഈ ഒരു 50,000 സ്റ്റാർട്ട് ചെയ്യും. പിന്നെ 50,000 പ്ലസ് 60,000 ആയിരിക്കും അടുത്ത റോയിന്റെ ആൻസർ. ദെൻ ആ കിട്ടുന്ന ആൻസർ പ്ലസ് 70,000 ആയിരിക്കും അടുത്ത ആൻസർ. ദെൻ ആ കിട്ടുന്ന ആൻസർ പ്ലസ് 80,000 ആയിരിക്കും അടുത്ത ആൻസർ. ദെൻ ആ കിട്ടുന്ന ആൻസർ പ്ലസ് 90,000 ആയിരിക്കും ലാസ്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു രീതിക്ക് കണ്ടുപിടിക്കുന്നതിനെയാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇത്തരത്തിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് കാണാനായിട്ട്, അതായത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റോസിന്റെ ബേസിൽ പുതുതായിട്ട് ഓരോ കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുന്നു. ഓക്കെ. അപ്പൊ അത് കണ്ടുപിടിക്കാനാണ് ഈ ശരിക്കും പറഞ്ഞ വിൻഡോ ഫങ്ഷൻസ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പൊ ഇതിനകത്ത് പല ടൈപ്പ് ഉണ്ട്. ഒന്ന് റാങ്ക് ഉണ്ട്. റാങ്ക് എന്ന് പറയുമ്പോൾ ഇപ്പൊ എനിക്ക് ഈ HR ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് വരുന്ന സാലറിക്ക് റാങ്ക് 1 എന്ന് കൊടുക്കണം. പിന്നത്തേന് 2 എന്ന് കൊടുക്കണം. അതേപോലെ IT ഡിപ്പാർട്ട്മെന്റിലെ ഹയസ്റ്റ് സാലറിക്ക് 1, പിന്നെ 2, പിന്നെ 3 എന്നുള്ള രീതിക്ക് ഇങ്ങനെ ഡാറ്റേനെ ഗ്രൂപ്പ് ചെയ്ത് റാങ്ക് ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് അവിടെയും നമ്മൾ എക്സിസ്റ്റിംഗ് റോസിന്റെ ബേസിലാണ് ചെയ്യുന്നത്, അല്ലെ? HR ഡിപ്പാർട്ട്മെന്റ് സാലറി, അതേപോലെ IT ഡിപ്പാർട്ട്മെന്റ് സാലറി, ഇതൊക്കെ എക്സിസ്റ്റിംഗ് റോസ് ആണ്. ആ എക്സിസ്റ്റിംഗ് റോസിന്റെ ബേസിൽ ഇതുപോലെയുള്ള ഫങ്ഷൻസ് അല്ലെങ്കിൽ കാൽക്കുലേഷൻസ് ഒക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോർമലി വിൻഡോ ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ ക്യുമുലേറ്റീവ് സമ്മ് കാണാൻ പറ്റും, ക്യുമുലേറ്റീവ് ആവറേജ് കാണാൻ പറ്റും. ക്യുമുലേറ്റീവ് ആവറേജ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ആവറേജ് ഇവിടെ തന്നെ ആദ്യം സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ആദ്യം ഇത് രണ്ടും നോക്കിയിട്ടുള്ള ആവറേജ്, പിന്നെ ആ കിട്ടുന്ന ആൻസറും ഇതിന്റെയും ആവറേജ്, അങ്ങനെ ഓരോന്നിന്റെയും സമ്മിന് പകരം ആവറേജ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. സം ആണെന്നുണ്ടെങ്കിൽ ഈ ഓരോന്നിന്റെ പ്ലസ് ചെയ്തിട്ടുള്ള റിസൾട്ട് കൊടുക്കും. റാങ്ക് ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഗ്രൂപ്പ് ചെയ്യും. ആദ്യം HR ഡിപ്പാർട്ട്മെന്റിലെ റാങ്ക് 1, 2, IT ഡിപ്പാർട്ട്മെന്റിലെ റാങ്ക് 1, 2, 3, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് ഈ പറയുന്ന വിൻഡോ ഫംഗ്ഷനിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. വേറെ ഉണ്ട് അതിനകത്ത് കുറച്ചുകൂടിയും ഫങ്ഷൻസ്. ഇപ്പൊ നമുക്ക് ആദ്യം ഇത് നോക്കാം. ഇപ്പൊ ആ ടേബിൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി എനിക്ക് ഫസ്റ്റ് വേണ്ടത് എന്താണ്? ക്യുമുലേറ്റീവ് സം ഓഫ് സാലറി ആണെന്ന് വിചാരിച്ചോ. സാലറികളുടെ ക്യുമുലേറ്റീവ് സം ആണ് വേണ്ടത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? എനിക്ക് മൊത്തം ടേബിളിൽ നിന്ന് നെയിം, ഡിപ്പാർട്ട്മെന്റ്, സാലറി ഞാൻ സെലക്ട് ചെയ്തു. സെലക്ട് സ്റ്റാർ ഫ്രം എന്ന് കൊടുത്താലും മതി. ഇവിടെ ഞാൻ സെലക്ട് നെയിം, ഡിപ്പാർട്ട്മെന്റ്, സാലറി എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി അവിടെ എനിക്ക് പെർഫോം ചെയ്യേണ്ടത് സം ഓഫ് സാലറി ആണ്. ഓക്കെ, സം ഓഫ് സാലറി ക്യുമുലേറ്റീവ് ആണല്ലോ കാണണ്ടേ. അപ്പൊ അവിടെ പെർഫോം ചെയ്യേണ്ടത് സം ഓഫ് സാലറി എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ്. പക്ഷെ അതങ്ങനെ വെറുതെ അപ്ലൈ ചെയ്താൽ പോരാ. ക്യുമുലേറ്റീവ് സാലറി കാണുന്ന ടൈമിൽ സം ഓഫ് സാലറി എന്ന് വെറുതെ കൊടുത്താൽ പോരാ. സം ഓഫ് സാലറി എന്ന് വെറുതെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ സാലറിയും കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഒരു റിസൾട്ടാണ് കിട്ടുക.
പക്ഷെ നമുക്ക് അങ്ങനെയല്ല വേണ്ടത്, നമുക്ക് ക്യുമുലേറ്റീവ് ആയിട്ടാണ് വേണ്ടത്. അപ്പൊ ഈ ക്യുമുലേറ്റീവ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓവർ പാർട്ടീഷൻ ബൈ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നത്. ഓക്കെ, ഓവർ പാർട്ടീഷൻ ബൈ ഡിപ്പാർട്ട്മെന്റ് ഓർഡർ ബൈ സാലറി എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഇവിടെ ഡിപ്പാർട്ട്മെന്റ് ബേസിൽ ഞാൻ ആദ്യം അതിന് എന്ത് ചെയ്യുന്നുണ്ട്, പാർട്ടീഷൻ ചെയ്യുന്നുണ്ട്. എനിക്ക് 2 ഡിപ്പാർട്ട്മെന്റ് ആണ്, ഒന്ന് HR പിന്നെ IT, ഇങ്ങനെ 2 ഡിപ്പാർട്ട്മെന്റ്സ് ആണ് വരുന്നത്. ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ബേസിൽ ഞാൻ അതിനെ ആദ്യം പാർട്ടീഷൻ ചെയ്യുന്നു. ഓക്കെ, HR വേറെ, ഐടികളെ ഒന്ന് വേറെ എന്നുള്ള രീതിക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, പാർട്ടീഷൻ ചെയ്യുന്നു. ദെൻ അതിനകത്ത് ഞാൻ സാലറീനെ എന്ത് ചെയ്യുന്നുണ്ട്, ഓർഡർ ബൈ ചെയ്യുന്നുണ്ട്. ഓർഡർ ബൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അതിനെ സോർട്ട് ചെയ്യുക, സാലറീസിനെ ഒന്ന് സോർട്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അതിന്റെ എന്ത് കാണാനാ പറഞ്ഞിട്ടുള്ളത്, സം ഓഫ് സാലറി കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ഓവർ പാർട്ടീഷൻ ബൈ ഡിപ്പാർട്ട്മെന്റ് ഓർഡർ ബൈ സാലറി കൊടുത്തിട്ട് ഞാൻ ഇത് റൺ ചെയ്യുന്ന ടൈമിൽ നോക്കിക്കോ, ഡിപ്പാർട്ട്മെന്റ് എംപ്ലോയീസ്, ഇത് റൺ ചെയ്യുമ്പോൾ എനിക്ക് നോക്കിയേ ക്യൂമുലേറ്റീവ് സാലറീസ് ആണ് വന്നിട്ടുള്ളത്. ആദ്യം അവർ ചെയ്തിട്ടുള്ളത് ഡിപ്പാർട്ട്മെന്റ് ബേസിൽ അതിന് എന്ത് ചെയ്തിട്ടുണ്ട്, പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. ദെൻ പാർട്ടീഷൻ ചെയ്തിട്ട് അതിനെ ഓർഡർ ബൈ ചെയ്തു, ഒന്ന് ഓർഡർ ആക്കിയിട്ട് എഴുതി. ആദ്യം 5000, ദെൻ 6000. HR ബേസിലാണ് കേട്ടോ ആദ്യം വരുന്നത്, ചെറുതിൽ നിന്ന് വലുതിലോട്ട്. HR ആദ്യത്തെ ചെറുത്, പിന്നത്തെ വലുത്. IT കേസ് ആണെങ്കിൽ അതിലെ ചെറുത്, പിന്നെ അതിന്റെ വലുത്, അതേപോലെ അതിലും വലുത്, ആ ഒരു രീതിക്ക് വന്നു. ഇനി നോക്കിയേ, HR ബേസിൽ ഞാൻ എന്ത് ചെയ്യുവാണ്, ക്യുമുലേറ്റീവ് സാലറി കാണാണ്. ആദ്യം ഈ ഒരു 50,000 വന്നു, പിന്നെ 50,000 പ്ലസ് 60,000 എത്രയാണെന്നുള്ള എമൗണ്ട് അത് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി IT കേസിലാണെങ്കിൽ ആദ്യം നമ്മൾ 70,000 ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. ദെൻ 70,000 പ്ലസ് 80,000 വാല്യൂ ഇവിടെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു എമൗണ്ട് പ്ലസ് ഈ ഒരു എമൗണ്ട് ആഡ് ചെയ്തിട്ടുള്ള വാല്യൂ അവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഇവിടെ ഡിപ്പാർട്ട്മെന്റ് വൈസ് ഞാൻ പാർട്ടീഷൻ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ്, ഇവിടെ എങ്ങനെ വന്നത്, ആദ്യം HR ഒറിജിനൽ സാലറി പ്ലസ് ക്യുമുലേറ്റീവ് സാലറി. ഇവിടെ IT 70,000 നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, പിന്നെ അതേ പ്ലസ് ബാക്കിയുള്ള എലമെന്റ് ആഡ് ചെയ്തിട്ട് വരുന്നത്. ഇവര് തമ്മിൽ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടല്ല റിസൾട്ട് വരുന്നത്. HR ക്യുമുലേറ്റീവ് വേറെ കാണുന്നു, IT ക്യുമുലേറ്റീവ് വേറെ കാണുന്നു. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കറക്റ്റ് ആയിട്ട് ഞാൻ പാർട്ടീഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റ് ബേസിൽ പാർട്ടീഷൻ ചെയ്യണം, മാത്രമല്ല സാലറീനെ ഓർഡർ ബൈ ചെയ്യണം, ഒന്ന് സോർട്ട് ചെയ്യണം, എന്നിട്ടാണ് ഈ ഒരു പരിപാടി ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ ഇവിടെ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് എനിക്ക് ആ ഒരു രീതിക്ക് ക്യുമുലേറ്റീവ് സാലറി കിട്ടുന്നത്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ നമുക്ക് റാങ്ക് അപ്ലൈ ചെയ്യാം. റാങ്ക് എനിക്ക് കാണേണ്ടത് എന്താണ്, സമ്മിന് പകരം ഇനി റാങ്ക് ആണ് കാണേണ്ടതെന്ന് വിചാരിച്ചോ. അപ്പൊ സം ഓഫ് സാലറി കൊടുക്കുന്നതിന് പകരം ഞാൻ ജസ്റ്റ് റാങ്ക് കൊടുക്കുകയാണ്. അതായത് ഇപ്പൊ ഉള്ള ടേബിളിൽ ഏറ്റവും ഹയസ്റ്റ് സാലറി വരുന്ന, ഇപ്പൊ HR ഹയസ്റ്റ് സാലറി വരുന്നതിന് 1 എന്നും പിന്നത്തേന് 2 കൊടുക്കണം. IT കേസിലാണെങ്കിലും ഹയസ്റ്റ് സാലറിക്ക് 1, മറ്റേത് 2, 3 എന്നുള്ള ആ ഒരു ഫോമിൽ നമുക്ക് കിട്ടണം. അപ്പൊ അതിന് ഞാൻ എന്ത് ചെയ്യുന്നു, ആദ്യം ഇതുപോലെ തന്നെ റാങ്ക് കൊടുക്കുക. ദെൻ അതേപോലെ തന്നെ സം ഓഫ് സാലറിക്ക് പകരം റാങ്ക് കൊടുത്തു. പിന്നെ നേരത്തെ പോലെ ഓവർ കൊടുക്കുന്നു. അതിനകത്ത് പാർട്ടീഷൻ ബൈ ഡിപ്പാർട്ട്മെന്റ്, ഇവിടെയും ഡിപ്പാർട്ട്മെന്റ് ബേസിലാണ് പാർട്ടീഷൻ ചെയ്യുന്നത്. അതേപോലെ സാലറീനെ എന്ത് ചെയ്യുന്നു, ഓർഡർ ബൈ ചെയ്യുന്നു. അലിയാസസ് സാലറി റാങ്ക് എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇത് കൊടുത്തിട്ട് റൺ ചെയ്യുന്ന ടൈമിൽ നമുക്ക് അതിന്റെ റാങ്കുകളായിരിക്കും കിട്ടുക. ഇത് കൊടുത്തിട്ട് ഇപ്പൊ ഞാനൊന്ന് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ റാങ്കുകളാണ് വരുന്നത്. HR 60,000 ആണ് റാങ്ക് 1 വരുന്നത്. അതേപോലെ തന്നെ IT ഈ പറയുന്ന 90,000 ആണ് ഫസ്റ്റ് റാങ്ക് വരുന്നത്. സെക്കൻഡ് റാങ്ക് 80,000, തേർഡ് റാങ്ക് ഈ പറയുന്ന IT. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു കിടപ്പ്. ഇതിപ്പോ ഞാൻ 2 ഫംഗ്ഷനേ ചെയ്തിട്ടുള്ളൂ വിൻഡോസിന്റെ അകത്തെ, ഒന്ന് സമ്മും ഒന്ന് റാങ്കും. ഇപ്പൊ ആവറേജ് ആണ് കണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇവിടെ ആവറേജ് ആക്കിയിട്ട് ഫംഗ്ഷൻ ആക്കിയിട്ട് ചെയ്താൽ മതി. അപ്പൊ അത് ആവറേജ് ഫംഗ്ഷൻ ആകും. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അതൊന്ന്